ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ. പെൺകുട്ടികള് കാതില് നിർബന്ധമായിട്ടും സ്വർണ്ണക്കമ്മൽ അണിയണം. ഒരു കാരണവശാലും സ്ത്രീകള് കാതില് പ്ലാസ്റ്റിക്കോ ഇരുമ്പോ അങ്ങനെയുള്ള ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കമ്മലുകൾ നിരന്തരമായിട്ട് ഇടാൻ പാടില്ല. ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന വ്യക്തികള് പറയുന്നത് കേൾക്കാം. നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ പുറകിലുള്ള ശാസ്ത്രം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇങ്ങനെ ഈ സ്വർണ്ണക്കമ്മൽ ഊരി വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക്കും ഇങ്ങനെയുള്ള ഫാഷന്റെ ഭാഗമായിട്ടുള്ള കമ്മലുകളൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ജീവിതത്തിൽ പലതരത്തിലും മുന്നേറാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അപ്പം കുട്ടികളാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന വിഷയത്തിൽ പിന്നോക്കം വരും, ജോലിയിലാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ വരും. ഇനി റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ പ്രോബ്ലങ്ങൾ ഉണ്ടാവും. ഭാര്യ ഭർത്താവ് ആയിക്കോട്ടെ, ലവേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അച്ഛനും അമ്മയായിട്ടുള്ള ബന്ധങ്ങളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് നമ്മളുടെ ഭാഗ്യസ്ഥാനത്തെ പലതരത്തിലും ദോഷകരമായിട്ട് ബാധിക്കും. നമ്മളുടെ ശരീരത്തിലെ ചെവി എന്ന് പറയുന്ന ഭാഗം കേതുവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കേതുവിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നമ്മുടെ ശരീരഭാഗമാണ് ഈ ചെവി. അപ്പൊ ഈ കേതു നമ്മളുടെ പാസ്റ്റ് ലൈഫിലെ കർമ്മയുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേതു ഗ്രഹത്തെ ആക്ടിവേറ്റ് ചെയ്തില്ല, അത് നമ്മളുടെ ജാതകത്തിൽ ദോഷസ്ഥാനത്താണെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ സാമ്പത്തികം, മാനസികം, ശാരീരികം എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും ഈ പെൺകുട്ടിക്ക് ഉണ്ടാവും. അപ്പൊ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വർണ്ണക്കമ്മലിടണം എന്ന് പറയുന്നത്. സ്വർണ്ണക്കമ്മൽ ഇടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് സ്വർണം ജൂപ്പിറ്ററുമായിട്ട് കണക്റ്റഡ് ആണ്. കേതുവിനെ കൈ പിടിച്ചുയർത്തുന്ന ഒരേ ഒരു ഗ്രഹം എന്ന് പറയുന്നത് ജൂപ്പിറ്റർ ആണ്. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ഗുരുവാണ് സമ്പത്തിന്റെയും വിദ്യയുടെയും ഐശ്വര്യത്തിന്റെയും റിലേഷൻഷിപ്പിന്റെയും ഒക്കെ നാഥൻ എന്ന് പറയുന്നത് ഗുരുവാണ്. അപ്പൊ ഈ കേതു എവിടെയാണോ ബ്ലോക്ക് ആയിട്ടുള്ളത് അവിടെ നിന്നും ഈ കേതുവിനെ ഉയർത്തണമെങ്കിൽ ഈ ഗുരുവിന്റെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പൊ സാമ്പത്തികമായിക്കോട്ടെ, പഠനത്തിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഏതിൽ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ വ്യക്തിയുടെ ബോഡിയിലുള്ള ആ ഇംബാലൻസ് അലൈൻമെന്റിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ ജൂപ്പിറ്ററുമായിട്ട് കണക്റ്റഡ് ആവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെവിയില് ഈ സ്വർണ്ണ കമ്മലിടണം എന്ന് പറയുന്നത്. അപ്പൊ സ്വർണം എന്ന് പറയുന്ന ലോഹം ജൂപ്പിറ്ററിനെ നമ്മളിലേക്ക് വളരെയധികം അട്രാക്ട് ചെയ്യും. അങ്ങനെ നമ്മളിൽ ഈ ഗുരുവിന്റെ അനുഗ്രഹം വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലുള്ള ഈ കേതു ദോഷസ്ഥാനത്താണെങ്കിലും അത് ഗുരുവുമായി അലൈൻമെന്റിൽ വരികയും നമ്മളുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യ ദുഃഖമോ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളലോ നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടികൾ തീർച്ചയായിട്ടും സ്വർണ്ണക്കമ്മലിടണം എന്ന് പറയുന്നത്. പെൺകുട്ടികൾ മാത്രമല്ല, നിങ്ങൾ നോക്കി നോക്കൂ, കേരളം വിട്ടിട്ടുള്ള പുറമേയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആൺകുട്ടികൾ പോലും സ്വർണ്ണക്കമ്മല് ഉപയോഗിക്കാറുണ്ട്.